Hello my dear friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് USS ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ടാണ്. ഇതിനു മുന്നേ ഞാനൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ പലർക്കും അത് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് വരാം. അതിനു മുന്നേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഏപ്രിൽ 7-നാണ് നമ്മുടെ എക്സാം. എല്ലാവരും ഒന്ന് സീരിയസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് കളക്റ്റീവ് നൗണിനെ കുറിച്ചിട്ടാണ്. നൗൺ എന്ന് പറഞ്ഞാൽ നാമങ്ങളാണ്. നാമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ പേരുകളൊക്കെയാണ് അല്ലേ. അപ്പോൾ അവയുടെ കൂട്ടങ്ങൾക്കാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ജനങ്ങളുടെ കൂട്ടം എന്നുള്ളതിന് നമ്മൾ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയാറില്ല. കാരണം ഇംഗ്ലീഷിൽ ഓരോ നൗണിൻ്റെയും കൂടെ ഓരോ പദങ്ങളാണ് ഉണ്ടാവാറ്. ഇപ്പോൾ ജനങ്ങളുടെ കൂട്ടത്തിന് ക്രൗഡ് എന്നാണ് പറയുക. ആദ്യം നമ്മൾ അത്തരം നൗണുകൾ പഠിക്കും, അതിനുശേഷം അതിൻ്റെ വർക്ക്ഷീറ്റ് ഉണ്ട്, അതും നോക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ കളക്റ്റീവ് നൗൺ എങ്ങനെ പഠിക്കാമെന്നാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. വളരെ ഈസി ഏറിയ ഒരു ട്രിക്കിലൂടെയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളിൽ പലർക്കും ബൈഹാർട്ട് ചെയ്യാൻ പ്രയാസമുള്ളവരുണ്ടാകും. അപ്പോൾ ബൈഹാർട്ട് ചെയ്യാൻ അറിയുന്നവർ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം, അല്ലാത്തവർ ഞാൻ പറഞ്ഞു തരുന്ന ഈ ട്രിക്കിലൂടെയും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഒരു തമാശയിലൂടെയുള്ളൊരു പഠനം എന്ന് ആലോചിച്ചാൽ മതി. എന്നാൽ നമുക്കെന്താണ് ആവശ്യം? നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് നൗൺ നോക്കാം. അത് പഠിച്ച ശേഷം നമുക്കിതിൻ്റെ വർക്ക്ഷീറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ, എ ബഞ്ച് ഓഫ് കീസ്. കീയുടെ കൂട്ടങ്ങൾ, അതാണ് ബെഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് കീ എന്നുള്ളതിനെ നമുക്ക് ബെഞ്ചുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ മുന്നിൽ കുറച്ച് കീസ് ഉണ്ട്, അത് എവിടെയാണുള്ളത്? ബെഞ്ചിലാണ് ഉള്ളതെന്ന് ആലോചിക്കുക. ആ ബെഞ്ചിൽ തന്നെ എന്തുണ്ട്? ബനാനയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ബനാനയും ബെഞ്ചിലുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കീസും ബെഞ്ചിലുണ്ട്. അപ്പോൾ ബനാനയുടെയും കീയുടെയും ഗ്രൂപ്പിന് നമ്മൾ ബെഞ്ച് എന്നാണ് പറയുക. പക്ഷേ ഞാൻ പറഞ്ഞ ബെഞ്ച് സ്പെല്ലിങ് മാറ്റം ഉണ്ടാകും. നിങ്ങൾ വേർഡ് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി, സൗണ്ട് കാരണം നിങ്ങൾക്ക് ഓപ്ഷനിൽ അതുണ്ടാകും. ഓക്കെ, ദെൻ ചെയേഴ്സ്. ചെയേഴ്സിൻ്റെ ഒരു കൂട്ടത്തിന് സ്റ്റാക്ക് എന്നാണ് പറയുക. അതുപോലെ തന്നെ വൈക്കോൽ, ഹേ എന്ന് പറഞ്ഞാൽ വൈക്കോലാണ്. വൈക്കോലിന്റെ കൂട്ടത്തിന് സ്റ്റാക്ക് എന്നാണ് പറയാം. അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ചെയറിന്റെ മേലെ കുറച്ച് വൈക്കോൽ കൂനകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്റ്റോക്ക് നമ്മുടെ വീട്ടിലുണ്ട്. ചെയറിൽ വൈക്കോൽ ഉണ്ട്, അതിന്റെ സ്റ്റോക്ക് നമ്മുടെ വീട്ടിലുണ്ട്. സ്റ്റോക്ക് എന്നുള്ള വേർഡ് നിങ്ങളുടെ മനസ്സിൽ വന്നാൽ സ്റ്റാക്ക് എന്ന് ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അടുത്തതോ എ പൈൽ ഓഫ് ബുക്സ്. ബുക്കുകൾ ഫയലിലാണ് ഇരിക്കുന്നത്. ആലോചിക്കുക, ഫയലിൽ. ഫയൽ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള വേർഡ് എന്താ? പൈൽ എന്നാണ്. ഓപ്ഷനിൽ പൈൽ ഉണ്ടാകും, നിങ്ങളുടെ മനസ്സിലുള്ള ഫയൽ അവിടെ കിട്ടും. ഓക്കെ, ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ സ്പെല്ലിങ്ങുകളെല്ലാം ആലോചിക്കേണ്ടത് ട്രിക്കിലൂടെ എങ്ങനെ പഠിക്കാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോ വേർഡിനെയും കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതോ എ ബെവി ഓഫ് ലേഡീസ്. ലേഡീസിൻ്റെ കൂട്ടത്തിന് ബെവി എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ലേഡീസ് ഒക്കെ ഹെവിയാണ്, നല്ല ഹെവി വെയിറ്റ് ഉള്ള ആൾക്കാരാണ്. ആര്? ലേഡീസ് എന്ന് ആലോചിച്ചാൽ മതി. ബെവി, ഹെവി മൈൻഡിൽ വന്നല്ലോ. ഇനി ലേഡീസിനെ കാണുമ്പോൾ നല്ല ഹെവി ആണെന്ന് പറയുമ്പോൾ ബെവി ഓഫ് ലേഡീസ്, ഓപ്ഷനിൽ ബെവി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കാണാതെ പഠിക്കാൻ കഴിയുന്നവർ കാണാതെ പഠിക്കണം കേട്ടോ. ഞാനിത് ട്രിക്സിലൂടെ പറയുന്നത് ചിലർക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ വരും. നമ്മൾ കുറേ കാണാതെ പഠിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. അപ്പോൾ അത് മാറാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അടുത്തത് എ ടീം ഓഫ് പ്ലേയേഴ്സ്. പ്ലേയേഴ്സ് ടീമാണ്, നമുക്കറിയാം അവനൊരു ടീമാണ് അല്ലേ. ഓരോ പ്ലേയേഴ്സിന് ഓരോ ടീം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം കിട്ടും പ്ലേയേഴ്സ്, ടീം. ഓക്കെ, അടുത്തതോ എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. നമ്മളിപ്പോൾ ആലോചിക്കുക, നമ്മൾ ഫ്ലൈറ്റിലെ സ്റ്റെപ്പ് ഇങ്ങനെ കയറുകയാണ്. ഫ്ലൈറ്റിലെ സ്റ്റെപ്പ്, അപ്പോൾ സ്റ്റെപ്പിൻ്റെ കൂട്ടത്തിന് ഫ്ലൈറ്റ്, അത്ര ആലോചിച്ചാൽ മതി കേട്ടോ. സ്റ്റെപ്പിൻ്റെ കൂട്ടത്തിന് ഫ്ലൈറ്റ്, എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. അടുത്തത് തീവ്സ്, ഗാങ് ഓഫ് തീവ്സ്, കള്ളന്മാരുടെ കൂട്ടം. അപ്പോൾ നമുക്കറിയാം ഈ ചീത്ത കൂട്ടുകാർ നമ്മൾ അവരൊരു ഗാങ് ആണ് എന്നൊക്കെ പറയാറില്ലേ. എ ഗാങ് ഓഫ് തീവ്സ്. ഓക്കെ, ഇനിയോ ഡോഗ്. ഡോഗുകളുടെ കൂട്ടത്തിന് പാക്ക് ഓഫ് ഡോഗ്സ് എന്നാണ് പറയാം. ഡോഗിന്റെ സൗണ്ട് എന്താ? ബാർക്കാണ് അല്ലേ. ബാർക്കിംഗ് ഡോഗ്സ് അല്ലേ. ഡോഗ് ബാർക്ക് ചെയ്യും. എന്നാൽ ഇവിടെ ബാർക്ക് എന്നുള്ള വേർഡിനോട് നമുക്ക് പാക്കിനെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ പാക്ക് ഉണ്ടാവും. പാക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആ ബാർക്കില്ലേ, അതങ്ങോട്ട് ഓർമ്മ വരുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ വേഗം എഴുതാൻ പറ്റും. അടുത്തതോ, ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ മൈൻഡിൽ വെക്കണം, കാരണം വർക്ക്ഷീറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അടുത്തത് എ ബഞ്ച് ഓഫ് ബനാനാസ്. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ കീയും ബനാനാസും ഒരു ബെഞ്ചിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം കീയുടെയും ബനാനയുടെയും കളക്റ്റീവ് നൗൺ ബഞ്ചാണ്. ഓക്കെ, അടുത്തത് ഐലൻഡ്സ് അല്ലേ, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്. ഈ ദ്വീപുകളുടെ കൂട്ടം, അതിന് നമ്മൾ ഗ്രൂപ്പ് എന്ന് തന്നെയാണ് പറയുക. അതങ്ങനെ ആലോചിച്ചാൽ തന്നെ കിട്ടും കേട്ടോ. ഒരു കൂട്ടം
ദ്വീപുകൾ, അതാണ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. അടുത്തതോ എ ക്ലംബ് ഓഫ് ട്രീസ്, മരത്തിൻ്റെ കൂട്ടം, അതാണ് ക്ലംബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മരത്തിൽ കയറുന്നതിന് എന്താ പറയുക ഇംഗ്ലീഷിൽ? ക്ലൈംബ് അല്ലേ. അപ്പോൾ ഈ ക്ലൈംബുമായിട്ട് ക്ലംബിനെ കണക്ട് ചെയ്ത് നോക്കൂ, ക്ലൈംബിങ് എ ട്രീ. അപ്പോൾ ഇങ്ങനെ ക്ലംബ് അല്ലേ, ഇവിടെ ക്ലംബ് എന്നാണ്, അത് ക്ലൈംബാണ്. കണക്ട് ചെയ്യുമ്പോൾ ഓപ്ഷനിൽ കാണുമ്പോൾ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും. അടുത്തത് എ സ്റ്റാക്ക് ഓഫ് ഹേ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ചെയറിൽ കുറച്ച് വൈക്കോൽ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ സ്റ്റോക്ക് നമ്മുടെ വീട്ടിലുണ്ട്. ഓക്കെ, സ്റ്റാക്ക് സ്റ്റോക്ക്. ഓക്കെ, അടുത്തത് എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിന്റെ കൂട്ടത്തിന് ബൊക്കെ എന്ന് പറയും. നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് ബൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത്ര ആലോചിച്ചാൽ മതി, ഫ്ലവേഴ്സിന്റെ കൂട്ടമാണല്ലോ ബൊക്കയിൽ ഉണ്ടാവുക, അത്രേ ഉള്ളൂ. അടുത്തതോ ആർമി ഓഫ് സോൾജിയേഴ്സ്. വളരെ ഈസി അല്ലേ, സോൾജിയേഴ്സ് എന്ന് പറയുന്നത് ആർമിയിലുള്ളതാണ്, അപ്പോൾ അവരുടെ കൂട്ടത്തിന് ആർമി ഓഫ് സോൾജിയേഴ്സ്. ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു വർക്ക്ഷീറ്റ് ഇടാൻ പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള വോയിസ് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് വൺ, there is a dash of keys on the table. കീ എവിടെയാണുള്ളത്? ടേബിളിൻ്റെ മേലെയുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഉണ്ട് ഫ്ലൈറ്റ്, പൈൽ, ബെഞ്ച്, ഗ്രൂപ്പ്. ആലോചിക്കുക, കീസ് എവിടെയാണുള്ളത്? കീയും ബനാനയും ബെഞ്ചിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം എന്താ ഉത്തരം? ഉത്തരം കിട്ടിയല്ലോ. യെസ്, കറക്റ്റ് ആൻസർ ഈസ് ബഞ്ച്, ബെഞ്ച് ഓഫ് കീസ് കിട്ടി. അടുത്തത് ഐ സോ ഹിം സിറ്റിംഗ് ബിഹൈൻഡ് എ ഡാഷ് ഓഫ് ബുക്സ്. ബുക്സിൻ്റെ പിറകിൽ അവൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. അപ്പോൾ ബുക്കുകൾ കൂട്ടം, എവിടെയാണ് ബുക്കുള്ളത്? ആലോചിക്കുക, ബുക്ക് എവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്? ഫയലിലാണ്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ നോക്കുക: സ്റ്റാക്ക്, ഫ്ലൈറ്റ്, പാക്ക്, പൈൽ. പൈൽ, ഫയൽ. അപ്പോൾ ഉത്തരം എന്താ? പൈൽ, പൈൽ ഓഫ് ബുക്സ് കിട്ടിയല്ലോ. അടുത്തതെന്താ? ഹി വാസ് അറ്റാക്ക്ഡ് ബൈ എ ഡാഷ് ഡോഗ്. ഡോഗ്സിൻ്റെ കൂട്ടം. അപ്പോൾ നമുക്ക് ആലോചിക്കാം, ഡോഗിൻ്റെ സൗണ്ട് ബാർക്കാണ്. അപ്പോൾ എന്തായിരിക്കും ഓപ്ഷൻ? ഏതൊക്കെയാണുള്ളത്? പാക്ക്, ബെവി, ഗാങ്, ടീം. ഡോഗിന്റെ കൂട്ടം പാക്ക് അല്ലെ, ബാർക്ക്, പാക്ക്. ഇനി അടുത്തത് നോക്കാം. ദർ ഈസ് എ ഡാഷ് ചെയർസ് ഇൻ ദ ഫർണിച്ചർ ഷോറൂം. ഫർണിച്ചർ ഷോറൂമിൽ ചെയർസിന്റെ കൂട്ടമുണ്ട്. അപ്പൊ ചെയർ എവിടെയാണുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചെയറിന് മേൽ വൈക്കോലിന്റെ ഒരു സ്റ്റോക്ക് നമ്മുടെ വീട്ടിലുണ്ട്. വൈക്കോലിന്റെയും ചെയറിന്റെയും സ്റ്റോക്ക് നമ്മുടെ വീട്ടിലുണ്ട്. ഓക്കെ, കിട്ടിയല്ലോ ഓപ്ഷൻ. ചെസ്റ്റ്, സ്റ്റാക്ക്, പൈൽ, ക്ലംബ്. ഉത്തരം എന്താണ്? സ്റ്റാക്ക്. വെരി ഗുഡ്. ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ടല്ലോ. നെക്സ്റ്റ് വൺ നോക്കാം. ഐ ഹാഡ് ടു ക്ലൈംബ് എ ഡാഷ് സ്റ്റെപ്സ് ടു റീച്ച് ദ സെക്കൻഡ് ഫ്ലോർ. സ്റ്റെപ്പ് കയറണം സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തണമെങ്കിൽ എന്നാണ്. അപ്പം എന്താണ് സ്റ്റെപ്പ്? ആലോചിക്കുക, ഫ്ലൈറ്റിലെ സ്റ്റെപ്പ് നമ്മൾ കയറിപ്പോയി ഇല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ഫ്ലൈറ്റ്, ബഞ്ച്, ഗ്രൂപ്പ്, ടീം. ഉത്തരം കിട്ടിയോ? ഫ്ലൈറ്റോ സ്റ്റെപ്സ്. ഇനി അടുത്തതോ? ദ ഡാഷ് പ്ലേയേഴ്സ് ആർ വെരി എനർജറ്റിക്. പ്ലേയേഴ്സിന് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അവരൊരു ടീമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് അല്ലേ? അപ്പോൾ ഗ്രൂപ്പ്, ടീം, പാക്ക്, ഗാങ്. ഉത്തരം ടീം. അടുത്തതോ? ഹിസ് മണി വാസ് ലൂട്ടഡ് ബൈ എ ഡാഷ് തീവ്സ്. കള്ളന്മാരുടെ കൂട്ടം അവൻ്റെ ക്യാഷൊക്കെ അപഹരിച്ചു കൊണ്ടുപോയി. തീവ്സ് അവരൊരു ഗാങ് ആണ് അല്ലേ, കള്ളന്മാർ. അപ്പം എന്താണ് ഇവിടെ ഉത്തരം? ഓപ്ഷനിലുണ്ടോ? ഗ്രൂപ്പ്, ഗാങ്, പാക്ക്, ആർമി. അപ്പോൾ ഉത്തരം കിട്ടിയല്ലോ, ഗാങ്. അടുത്തതോ? ഐ ബോട്ട് എ ഡാഷ് ബനാനാസ് ഫ്രം ദ മാർക്കറ്റ് യെസ്റ്റർഡേ. ബനാന എവിടെയാണുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ബനാനയും കീയും എവിടെയുണ്ട്? ബെഞ്ചിലാണ്. ഓക്കെ, ഓപ്ഷൻ നോക്കൂ: ബെവി, ഗ്രൂപ്പ്, ബഞ്ച്, ചെസ്റ്റ്. അപ്പം എന്താണ്? ബെഞ്ച് അല്ല കേട്ടോ, ബഞ്ച്. ഓക്കെ, അപ്പോൾ എവിടെയാണുള്ളത്? ബഞ്ച് ഓഫ് ബനാനാസ്. കിട്ടിയല്ലോ. അടുത്തതോ? ലക്ഷദ്വീപ് ഈസ് എ ഡാഷ് ഓഫ് സ്മോൾ ഐലൻഡ്സ്. ഐലൻഡ് അല്ലേ, ദ്വീപുകളുടെ കൂട്ടമാണ്. അപ്പോൾ ദ്വീപിൻ്റെ കൂട്ടം എന്നുള്ളത് നമ്മൾ ഗ്രൂപ്പ് എന്ന് തന്നെയാണ് യൂസ് ചെയ്യുക അല്ലേ? ഗ്രൂപ്പ്, ഗാങ്, ഫ്ലൈറ്റ്, പൈൽ. ഉത്തരം ഗ്രൂപ്പ്. അടുത്തതോ? ദ ഗസ്റ്റ്സ് വേർ റിസീവ്ഡ് ഹാൻഡിങ് എ ഡാഷ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൻ്റെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയുക? നമുക്കറിയാം, നമ്മൾ ബൊക്കെയൊക്കെ കൊടുക്കാറുണ്ട് ഇല്ലേ? ദെൻ സ്റ്റാക്ക്, ടീം, ബഞ്ച്, ബൊക്കറ്റ്. ഏതായിരിക്കും? ബൊക്കെ. വെരി ഗുഡ്. അടുത്തതോ? ആൻഡ് ഡാഷ് സോൾജിയേഴ്സ് മാർച്ച്ഡ് ത്രൂ ദ സ്ട്രീറ്റ്. സോൾജിയേഴ്സ് ആണ് വന്നത്. സോൾജിയേഴ്സ് എവിടെയാണുള്ളത്? ആർമിയിലാണ്. അത് നമുക്കറിയാം. അപ്പോൾ ഓപ്ഷൻ എന്താ? ഗ്രൂപ്പ്, ആർമി, ഫ്ലൈറ്റ്, ഗാങ്. അപ്പോൾ ഉത്തരം ആർമി. ഇനി അടുത്തതോ? എ ഡാഷ് ട്രീസ് വാസ് അപ്രൂട്ടഡ് ഇൻ ദ സ്ട്രോങ് വിൻഡ്. ഇവിടെ ട്രീസിന്റെ കൂട്ടമാണ്. മരത്തിൽ കയറുന്നതിന് നമ്മൾ ക്ലൈംബ് എന്നാണ് പറയുക അല്ലേ? അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ എന്തൊക്കെയുള്ളത്? ഫ്ലൈറ്റ്, പൈൽ, ക്ലംബ്, സ്റ്റാക്ക്. ക്ലൈംബിനോട് മാച്ച് ചെയ്യുന്ന വേർഡ് ഇവിടെ ഏതാ ഉള്ളത്? ക്ലംബ്. അപ്പോൾ ഉത്തരം ക്ലംബ് ഓഫ് ട്രീസ്. കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് എന്താ? എ ഡാഷ് ഓഫ് ലേഡീസ് അറൈഡ് ഇൻ ദ ഗ്രൂപ്പ് സോങ് അല്ലേ? ലേഡീസിന്റെ ഗ്രൂപ്പ് അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോയോ
ലേഡീസിൻ്റെ ഗ്രൂപ്പിന് എന്താ പറയുക? ലേഡീസൊക്കെ നല്ല ഹെവി ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഹെവി ആയിട്ട് കണക്ട് ചെയ്യുന്ന വേർഡ് ഇതിൽ ഏതാ ഉള്ളത്? ഗാങ്, ബെവി, പൈൽ, ടീം. അപ്പോൾ ഉത്തരം ഏതാ? ബെവി ഓഫ് ലേഡീസ്. ഇനിയും ഒരുപാട് കളക്റ്റീവ് നൗൺസ് ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്. ഇങ്ങനെ വൺ വേർഡ് വരുന്ന സമയത്ത്, ഒബ്ജക്റ്റീവ് വരുന്ന സമയത്താണ് കേട്ടോ. അല്ലാതെ ബൈഹാർട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമുക്ക് മുന്നിൽ 4 ഓപ്ഷൻ തരികയാണെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ PSCകൾക്കൊക്കെ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഫുൾ മാർക്കും വാങ്ങാൻ സാധിക്കും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന സാമുവൽ ബക്കറ്റിൻ്റെ ഒരു പ്ലേ ഉണ്ടായിരുന്നു. അതായത് അതിൻ്റെ പേര് വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് എന്നാണ്. അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ആ ഒരു പേര് നിൽക്കുന്നില്ല. ഇതുപോലെ ഓപ്ഷണലായിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സാമുവൽ ബക്കറ്റ് വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്. അത് രണ്ടും കൂടി കണക്ട് ചെയ്തു. ബക്കറ്റ് വെയിറ്റ് ചെയ്യാണ്, ബക്കറ്റിന് വേണ്ടിയിട്ട് സാമുവൽ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ കിട്ടി? സാമുവൽ ബക്കറ്റ് വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്. അപ്പോൾ ഓപ്ഷനിൽ അതുണ്ടാകും, വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്ത് കിട്ടും. അതുപോലെയാണ് ഓരോന്നും ഞാൻ കണക്ട് ചെയ്ത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പഠിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത്തരം മെത്തേഡ് യൂസ് ചെയ്യാം. ഇത്തരം സ്കോളർഷിപ്പ് എക്സാമിനൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ഇത്തരം ട്രിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എനിവേ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഡിയർ ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും വിഷയങ്ങൾ, അതായത് ഗ്രാമറുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ആ വിഷയം വെച്ചിട്ട് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ വെച്ചിട്ട് ഇനിയും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്